അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ് ഡയറക്ടർ ബോർഡ് അംഗമായി മൂന്നാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ദുബായിലെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു ലുലു ഗ്രൂപ്പ് MD MA യൂസഫ് അലി. അബുദാബിയുടെ വളർച്ചയിലും എന്നാൽ കഴിയുന്ന സംഭാവന ചെയ്യാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതിനുള്ള അംഗീകാരമാണ് മൂന്നാമത്തെ പ്രാവശ്യവും എന്നെ അബുദാബിയിലെ ബിസിനസ് സമൂഹം, അവിടുത്തെ വിദേശികളും സ്വദേശികളുമായ ബിസിനസ് സമൂഹം, ഇന്നലെ തന്നെ പല കുടുംബാംഗങ്ങളും ഭരണാധികാരികളും മന്ത്രിമാരൊക്കെ വിളിച്ച് അഭിനന്ദിക്കുകയും അവരെന്നോട് പറഞ്ഞത് യു ആർ എ ഡിസേർവിംഗ് പേഴ്സൺ ടു വിൻ, വി എക്സ്പെക്റ്റഡ് ദിസ് എന്നാണ് പറഞ്ഞത്. അബുദാബി ഗവൺമെന്റിന് കേരളത്തിൽ നിക്ഷേപം നടത്താൻ താൽപ്പര്യമുണ്ട്. അതിനാൽ മുൻകൈയെടുത്ത് അബുദാബി സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ കേരളത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് MA യൂസഫ് അലി പറഞ്ഞു. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കുമെങ്കിൽ കേരളത്തിൽ ഇനിയും നിക്ഷേപം നടത്തുമെന്നും യൂസഫ് അലി വ്യക്തമാക്കി. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് പോകാൻ തയ്യാറായിരുന്നതാണ്. പക്ഷേ ഈ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഒരു 6 മാസം മുമ്പ് തന്നെ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഇലക്ഷനിൽ നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾ ഡൽഹി അടക്കം കേരളത്തിലും കൂടി വരും. കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യും. വിവാദമില്ലാത്ത എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ 4 വർഷത്തിനകം പുതിയ 44,000 വ്യാപാര ലൈസൻസുകൾ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. കൂടാതെ ഈ സാമ്പത്തിക വർഷം ഈജിപ്ത്, സൗദി, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ ലുലു 5 ഹൈപ്പർ മാർക്കറ്റുകൾ കൂടി തുടങ്ങും. കൂടാതെ ഇറാഖിലെ ഇന്ത്യക്കാർക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനായി നോർക്ക ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയവുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും നോർക്ക വൈസ് ചെയർമാൻ കൂടിയായ യൂസഫ് അലി അറിയിച്ചു. സുമിത് നായർ, ജീവൻ ന്യൂസ്, ദുബായ്.